എന്താണ് വണ്ടി നിർത്തിയേ? ദേ ഒരാൾ വഴിയിൽ കിടക്കുന്നു. ശരിയാ, വാ ഇറങ്ങ്, നമുക്കൊന്ന് പോയി നോക്കാം. വാ വാ. ഞാനിതാ കാണുന്നു കറുത്ത അംബാസിഡർ കാർ KCF 4162 ഇപ്പോ തോപ്പുംപടിയിലെത്തിക്കാണും. പ്രവചനമായിരിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. എടോ ജിമ്മി വാടോ. ഇവിടെ എങ്ങനെ നിന്നാ മതിയോ? നിനക്ക് വേറെ പണിയില്ലൂടെ? വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ച. ഇത് പിച്ചക്കാരനൊന്നുമല്ല, എന്തൊക്കെ വിളിച്ചു പറയുന്നു. എടാ സാബു ചോദിക്ക്. എന്നിട്ട് വണ്ടിയിൽ 2 പേരുണ്ട്. അവർ മദ്യപിച്ചിരിക്കും. നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല. അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുതേക്കാൻ വയ്യ. എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. പാവം, ഒന്ന് പിടിക്കണം. നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ ഇത്ര ദുഷ്ട. താങ്ങിക്കോ, എല്ലാരും കൂടി താങ്ങിക്കോ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന്. ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഒന്നുമില്ലെങ്കിൽ താൻ ഒരു മുസ്ലിം അല്ലടോ. ആണച്ചോ, അതുകൊണ്ടാണല്ലോ ഞാൻ വൈൻ മാത്രം അടിച്ചത്. മതി മതി. താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ? അല്ലെങ്കിൽ അയലൊക്കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഖുറാനിലും അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തൂടെ? മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണത്തിന് തനിക്ക് 2 വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ദാനം ചെയ്യച്ചോ, സത്യമായിട്ടും ദാനം ചെയ്യും. മേട്ടുക്കൻ. ഓ, അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 കോണ്ടസ കാറുണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ദാനം ചെയ്യച്ചോ. മിടുക്കൻ. അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ചെയ്യില്ലച്ചോ. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് 2 സിന്ധി പശുക്കൾ ഉണ്ടച്ചോ. എന്തിയച്ചോ? ലതയുടെ അമ്മ അറിയുമ്പോഴാണ് ഈ ചിരിയും കളിയൊക്കെ പോവാൻ പോകുന്നത്. അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല. എങ്കിലും അമ്മ എതിര് നിൽക്കില്ലെന്ന എന്റെ വിശ്വാസം. എടാ നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കിയാലോ? യൂണിയനോ? അതെ, നമ്മളെ പോലെ സിമിലർ ലൈനിലുള്ളവരുടെ ഒരു യൂണിയൻ. അതില് സന്ധ്യയും സാബുവിനെയൊക്കെ ചേർക്കാം. അവരെ 2 പേരെയും നമ്മൾ ഹാഫയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ മനസ്സിപ്പോ പകുതി സമ്മതത്തില്ല. അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാണ്. ഞാനൊരു ഐഡിയ പറയാം. അതൊക്കെ ഓരോ ടെക്നിക്കാണ്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ആഫ്റ്റർ മാരേജ്. അയ്യോ, നമ്മുടെ സാബു അല്ലേ ഇരിക്കുന്നത്? യവനെന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഓരോ പാരകൾ നോക്കണേ. എടാ, നിന്റെ അടുത്ത് 5 മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആര് പറഞ്ഞു? എടാ, എനിക്ക് മുറിയിൽ ഇരുന്നപ്പോ ഒരേ ടെൻഷൻ. നീ 4 മണിക്കാണോ 5 മണിക്കാണോ വരാൻ പറഞ്ഞതെന്ന്. ഇനി ഞാൻ ലേറ്റ് ആയി പോയിന്ന് കരുതി സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ. ഓ, ഫീലിംഗ്. എടാ, സന്ധ്യ 5 മണി കഴിഞ്ഞിട്ടേ വരൂ. അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം. സാബു നമ്മൾ പ്ലാൻ ചെയ്തോന്നാണെന്ന് സന്ധ്യ അറിയല്ലേ? ഏയ്, നീ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ട് വാ. അതെ, എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. അതല്ലേ? എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാ. പിന്നെ അടുത്തതൊന്നും വേണ്ട, ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. 2 എണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിനറിയാം. അപ്പൊ നമുക്കിട്ട് എന്നെ പണിഞ്ഞു. ഓ, അല്ല, ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലോ? അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചെല്ല് ചെല്ല്. ഏതായാലും നമ്മുടെ സമയം കളയണ്ട. നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും. വന്നേ. ഹലോ സന്ധ്യ. അയ്യോ സന്ധ്യ, അങ്ങനെ അങ്ങ് പോയാലോ? സന്ധ്യ എന്ന് 2 വാചകം പറഞ്ഞത് വളരെ നന്നായി. ഇപ്പൊ ഒരുത്തനും വായി നോക്കി നിൽക്കാറില്ല. ഞാൻ ഇവനെ ശരിക്കൊന്ന് ഫയർ ചെയ്യും. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധം തോന്നരുത്.
എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സിലാ. നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല. എന്റെ MBA കഴിഞ്ഞപ്പോ മമ്മിയും ഡാഡി അങ്ങോട്ട് വിളിച്ചതാ. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചെറുപ്പം മുതലേ ഞാനൊരു മിമിക്ക. അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. സോറി, ഞാൻ ബയോഡേറ്റ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ലീലാമ്മയോ? ഓ നിർത്തേ, ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയാ? എന്താ പരിപാടി പറ. എല്ലാരും വരട്ടെ. ആ, എസ്റ്റേറ്റ് മുതലാളി വരുന്നുണ്ട്. കേട്ടോടാ സ്വാമി, ഡാഡിയും മമ്മിയും സ്റ്റേറ്റ്സിലാ. ആണോ? ആ, നാട്ടിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. MBA കഴിഞ്ഞപ്പോ അമേരിക്കയിലേക്ക് ഡാഡി മമ്മി വിളിച്ചതാ. എന്നിട്ട് പക്ഷെ പോവാൻ താല്പര്യമില്ല അത്രേ. ആഹാ. ആ, എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്ക പോയത്? ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും. എന്തിനാടാ ഈ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത്? എടാ, ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ദേ, പിന്നെ ഒരു കാര്യം, മേലിൽ നീ നമ്പർ ഇട്ടുകൊണ്ട് സന്ധ്യയുടെ അടുത്ത് ചെല്ലരുത്. ചെന്ന നീ എന്ത് ചെയ്യൂടാ? ജിമ്മി, എന്തൊരു തമാശ പറഞ്ഞല്ലോ. എടാ, അഞ്ചരേ, അഞ്ചോ, ഓടി വാടാ, എടാ, ഇടി കൊടുത്തേ, ഓടി വാടാ. എടാ, പെട്ടെന്ന് വാടാ, ഇടില്ലേ? ഓടി വാടാ. നിനക്ക് മാത്രം ഓടി വാടാ. ജിമ്മി, അഞ്ചരേ, ഒന്ന് വിടുവാ. പറഞ്ഞേൽക്ക്, ഞാൻ പറഞ്ഞേൽക്ക്. ഒന്നും നിന്നെ എന്തെടാ? എടാ, വിടുവാ. കൊറേ നാളെ വേണ്ട വേണ്ട കൊല്ലു ഞാൻ നിന്നെ. മാറിക്കോളൂ. നിന്നെ ഞാൻ ജിമ്മി, പറഞ്ഞ കേൾക്കണം. അങ്ങോട്ട് നീ കിടന്നോ. നിനക്ക് മാറും. എല്ലാരെ പോലെ വെറുതെ കൊല്ലുവാ. ഇങ്ങോട്ട് മാറി. ജിമ്മി, നീ അവനെ മാറ്റ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് മാറ്. ചുമ്മാ ഇവിടെ പോടാ. ഞാൻ പറഞ്ഞേക്കാം ജിമ്മി. നീ സമയം ജിമ്മി. സാബു, ചുമ്മാ വേണ്ട വേണ്ട സാബു, വേണ്ട വേണ്ട. എടി, കൊന്നളയും നിന്നെ ഞാൻ. അവൻ നിന്നെ ശല്യം ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ പാവള അവനെ പ്രേമിക്കുന്നു. നീ എന്നതാ വിചാരിച്ചേക്കുന്നത്? ഞങ്ങളെ വിഡ്ഢികളാക്കാവുന്നു. മതി നിന്നെ ഡാൻസ് പഠിത്തോ. ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ നിന്നെ ഞാൻ. നീ പോവല്ലേടി? എന്നതാടാ ഇവിടെ? അവളുടെ ഒരു സാബു. അപ്പച്ചനെ അവളെ പുന്നാരിച്ച് വഷളാക്കിയത്. ഓ, സാബു അന്നത്തെ കക്ഷിയല്ലേ? അതിന് നീ എന്നാത്തിനാടാ ഇവിടെ തല്ലുന്നേ? അവന്റെ കൈയും കാലും അങ്ങ് തല്ലുപിടിച്ചേരെ. ആ, കൊല്ലരുത്. കൊന്നാലേ ഈ കേസും പണ്ടാരവും ഒക്കെ. അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛനിട്ടാ രണ്ട് കൊടുക്കേണ്ടത്. ഈ കലാദർശയുടെ ബോർഡും വെച്ചേച്ച് അച്ഛൻ എന്നതാ ഇവിടെ നടത്തുന്നത്? എന്താ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത്. കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച. പാട്ടും ഡാൻസും മാത്രമല്ല, അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. എന്താ സംഭവം? നീ ആരാന്ന്? ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റന്മാര്. പോകാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത് ഇവിടെ കടക്കാനൊന്നുമല്ല. അല്ലടാ, ഇവിടെ കടത്താം പോരെ. ഓ, നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കേ. സമാധാനമായിട്ട് ഇരിക്കാനല്ല, സമാധാനം കെട്ടേച്ച് അങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു. ഇങ്ങോട്ട് വേണം തല്ലി പൊളിക്കാൻ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ പോകാൻ ആംബുലൻസ് വേണ്ടി വരും. താമ്പോടും. പിന്നെ അച്ചോ, ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയേക്കരുത്, പറഞ്ഞേക്കാം. മമ്മൂട്ടി ഇവിടെ വന്നേ. വാ. ആരാ അവന്മാര്? എന്താ പ്രശ്നം? അല്ല, അവന്മാരെ തലയ്ക്ക് വട്ട. എന്റെ കർത്താവേ, അവന്മാർക്കാണോ വട്ട് അതോ ഇവിടെയുള്ളവർക്കാണോ വട്ട്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. എടാ, ഒരാണിന് 7 പെണ്ണ് വെച്ച് ഈ ലോകത്തുണ്ടെന്നാ പറയുന്നത്. ഏതെങ്കിലും നല്ല ഒരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലും. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ട്രൂപ്പിലൊക്കെ വേറെ ആളിനെ അന്വേഷിച്ചോ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ. പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ.
ഇവിടെ ട്രൂപ്പ് ടീച്ചറിന്റെ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ഉണ്ടാക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഇതെങ്ങാനും അച്ഛന്റെ ചെവിയിലെ ത്യാഗ നാട്ട കേസാവും. എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് മറക്കും. നിർത്തരുത്. ഒരുത്തരം കൂടുതൽ സംസാരിക്കണ്ട. ഇവർ രണ്ടുപേരെയും ഒരു കുട കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൊട എവിടെ? ഒറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് ഇവനോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കുണ്ടോടാ? നിനക്ക് വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ ഞാനാ പറയുന്നത്. എഴുന്നേക്ക്. നീ വാ, എഴുന്നേക്ക്. സാബു ഇങ്ങ് വാ. വാ, വരാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്ക്. ഞാനാ പറയുന്നത് കൊടുക്കാൻ. നിമേ, ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ല വിളി കണ്ടെന്ന് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എങ്ങനെയുണ്ടാ? അഞ്ച് മിനിറ്റിനകത്ത് പോകണം. എല്ലാവരും വേഗം വേണം. ഇറങ്ങി പാടും. കേട്ടെ, പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. രമണി, ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ശരിയാ, ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു. അവിടെ കരച്ചിൽ കേൾക്കുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, ഒരു അനക്കമില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ? ഓരോ ദിവസം ഒരു പുലിവാല ഉണ്ടാക്കരുത് കേട്ടോ. അന്ന് റോഡിൽ കിടന്ന പ്രവാചകനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ അനുമതി നീ മറന്നിട്ടില്ലല്ലോ. 2 ദിവസമാവും ലോക്കപ്പിൽ കിടന്നത്. മതി സഹായിച്ചത്. കാലത്ത് എന്നില്ലെങ്കിലേ പുറംകളി കളിക്കാൻ പോയതും പറഞ്ഞ അച്ഛൻ വെള്ളം കൂട്ടും. വാ, മതി. വാ വാ വാ. ഞാൻ എന്റെ പാടോ വരാൻ. അയാൾ കിടന്ന് വിളിച്ചു കൂന്നുണ്ടല്ലേ. ഞാൻ പാടോ. എന്തായാലും മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത്. മോട്ടോർ സൈക്കിളുകാരൻ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. ശരിയാ, നമുക്ക് വേഗം സ്ഥലം. നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് പോരേണ്ട സ്ഥലമായിരുന്നു. എന്നാ വണ്ടി വിട്, പോവാ. ഇതെന്താ എടാ, എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. നീ കിടന്നോ? നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയേക്കും. നമുക്കൊരു ചായ പിടിച്ചിട്ട് അന്തരൂന്റെ കട തുറന്നു. എന്താടാ ഇത് എവിടെന്നാണെന്ന്? ഇതങ്ങനെ കിട്ടി. മനസ്സിലായി. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചില്ലേ, അവിടെ നിന്ന് അടിച്ചെടുത്തത്. ഇത് അവിടെ നിന്നും കിട്ടിയല്ല. പിന്നെ എവിടെ? ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ പെണ്ണിന്റെ അടുത്ത് കിടന്ന് കിട്ടിയതാണ്. ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്താ അകത്ത് കയറിയില്ല. അത് ശരിയാ. നിന്റെ കരിയാക്കൊണ്ടൊന്നും മിണ്ടായിരിക്കാവോ? എടുക്കാൻ കട്ടെടുത്ത സാധനം ഒന്നും ഇവിടെ വെക്കരുത്. ഇത് കട്ടെടുത്തല്ലടാ, കിട്ടിയതല്ലേ. ഞാൻ അങ്ങനെ ആയിപ്പോയി. കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എവിടെന്നെങ്കിലും 2 കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ. ഇത് കൊള്ളാമല്ലോടെ സാധനം. ഒന്ന് നോക്കട്ടെ. അത് വേണ്ട, കുറ്റം പറയാൻ വേണം, സാധനം കാണാൻ വേണം. അത് വേണ്ട, ശരിയാവൂല. നോക്കിട്ട് ഇതെന്താടാ തിളങ്ങണത്? ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ രത്നം തന്നെ. ഇതിന്റെ അത്ര എഴുത്ത് ഒന്ന് വായിക്കട വേഗം. എന്താണ് എഴുതിയിരിക്കുന്നത്?
ഇതെന്താണിത്? അറബിയാ? ഉറുദുവാ? ഒന്നും മനസ്സിലാവുന്നുമില്ല.